വ്ളോഗാണ്. എല്ലാവരും ഒന്ന് സപ്പോർട്ട്. തൂക്കുപാലം കാണാൻ വണ്ടി എടുത്തു.
ഫ്രണ്ട്സ്, നമുക്ക് ചെറുതായിട്ട് വഴി തെറ്റി ചാലിയക്കര അക്വാഡക്റ്റ് കാണാൻ വേണ്ടിയാണ് നമ്മൾ പോയത്. അപ്പോൾ നമ്മുടെ ഈ സൈഡിൽ കാണുന്ന ഒരു കനാലാണ്. കനാലിൻ്റെ അവിടെ നിന്ന് അതിൻ്റെ അപ്പുറത്തെ സൈഡിൽ നിന്ന് കുറേ ചേച്ചിമാർ നമ്മളെ വിളിച്ചു. അങ്ങോട്ട് വണ്ടി പോകില്ല എന്ന് പറഞ്ഞ് അങ്ങനെ നമ്മളിപ്പോൾ വണ്ടി തിരിക്കുവാണ്. കുറച്ച് ദുർഘടം പിടിച്ച ഒരു വഴിയായിരുന്നു. എങ്കിലും നിങ്ങൾക്കിപ്പോൾ ഇനി കാണാം. ചാലിയക്കര അക്വാഡക്റ്റിലേക്കാണ് നമ്മളിനി വഴി തിരിച്ചു പോകുന്നത്. സുഹൃത്തുക്കളെ, നമ്മൾ അക്വാഡക്റ്റിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുന്ന ഒരു റൂട്ടാണ്. വളരെ വളരെ വിജനമാണ്. നല്ല ഗ്രീനറി ഉണ്ട്, പക്ഷേ കുറച്ച് ഭയാനകമായ ഒരു റോഡാണ്. അത് അക്വാഡക്റ്റ് എത്തി. ഈ ഒരു വ്യൂ കാണാൻ വേണ്ടി മാത്രമാണ് നമ്മൾ ഇത്രയും ഉള്ളിലേക്ക്, ഒത്തിരി ഉള്ളിലേക്ക് നമ്മൾ വന്നു. ഇതാണ് അക്വാഡക്റ്റ്. ഭയങ്കര നാരോ ആയിട്ടുള്ള ഒരു റോഡായിരുന്നു. നന്നായിട്ട് പേടിച്ച് ഈ വണ്ടിയിലിരുന്ന് ഒട്ടും നമ്മുടെ വണ്ടി ഫുൾ സ്ക്രാച്ചായി എന്നാണ് തോന്നുന്നത്. ഇതാണ് നമ്മുടെ അക്വാഡക്റ്റ്. നല്ല ഗ്രീനറിയാണ്. ഫ്രണ്ട്സൊക്കെ ആയിട്ട് വന്ന് ഹാങ് ഔട്ട് ചെയ്യാൻ പറ്റിയൊരു സ്ഥലമാണിത്. ഇവിടെ വന്ന പാടെ അച്ഛന് ടെൻഷനായി. നമുക്ക് എത്രയും പെട്ടെന്ന് ഈ സ്ഥലം വിടാം എന്ന് പറഞ്ഞ് ഞങ്ങൾ പെട്ടെന്ന് പാക്കപ്പ് ആവുകയാണ്. തിരിച്ചു പോകാൻ വേണ്ടിയുള്ള തയ്യാറെടുപ്പ് തന്നെ വന്നിറങ്ങിയപ്പോൾ തന്നെ തുടങ്ങി. ഇതൊരു ഇറിഗേഷൻ്റെ ഒരു ചെറിയൊരു ബിൽഡിങ്ങാണ്. എന്താ സംഭവം എന്ന് അറിയില്ല. പക്ഷേ ഇറിഗേഷൻ്റെ എന്തോ ഷട്ടർ പോലത്തെ എന്തോ സംഭവമാണത്. പെട്ടെന്ന് സ്ഥലം വിടാമെന്ന് അച്ഛൻ പറയുന്ന രംഗമാണിത്. ഈ വഴിയിലേക്കുള്ള ആ ഒരു ദുരനുഭവം കാരണം മാമ്പഴത്തറ ട്രിപ്പ് ക്യാൻസൽ ചെയ്ത് ഞങ്ങൾ ഒറ്റയ്ക്കൽ വ്യൂ പോയിൻ്റ് കാണാൻ വന്നു. അവിടുത്തെ ഒരു വ്യൂ പോയിൻറ്റിൽ നിന്നെടുത്ത കുറച്ച് രംഗങ്ങളാണ് ഇപ്പോൾ കാണുന്നത്. ഇതും കേരള ഇറിഗേഷൻ പ്രോജക്റ്റിൻ്റെ ഭാഗമായിട്ടുള്ളതാണ് ആ കാണുന്ന ഡാമും കാര്യങ്ങളൊക്കെ. ഗൈസ്, പിന്നെ നമ്മൾ അവിടെ കുറച്ച് നേരം സ്പെൻഡ് ചെയ്തു. 2-3 ഫോട്ടോസും കാര്യങ്ങളും ഒക്കെ എടുത്ത് ഓൾമോസ്റ്റ് ടയേർഡ് ആയിരുന്നു അപ്പോൾ തന്നെ. പിന്നെ നമ്മളുടെ ഒരു പ്ലാൻ എന്ന് വെച്ചാൽ നമുക്ക് അടുത്തതായിട്ട് ഇടമൺ റൂട്ട് പോയി നമ്മുടെ കുറേ പാം ഓയിൽ ഒരു ഫോറസ്റ്റ്, ഒരു പാം ട്രീസൊക്കെ ഉള്ള ഒരു ഫോറസ്റ്റ് ഏരിയ, നല്ലൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു റോഡുണ്ട് അവിടെ, ഇടമൺ റൂട്ട്. അപ്പോൾ നമ്മൾ ഇനി അങ്ങോട്ടത്തേക്ക് പോയി ആ വഴി അഞ്ചൽ വഴി നമുക്ക് നമ്മുടെ വീട്ടിലേക്ക് തിരിച്ചു പോകാം എന്നുള്ളൊരു പ്ലാനിലാണ് എല്ലാവരും. ഓൾമോസ്റ്റ് ടയേർഡായി. അങ്ങനെ കുറച്ച് നേരം അവിടെ സ്പെൻഡ് ചെയ്തിരിക്കുന്നു. ഗൈസ്, അങ്ങനെ നമ്മൾ ആ പാം ഓയിൽ ആ ഒരു റൂട്ട്, ഇടമൺ ആ ഒരു റൂട്ട് വഴിയാണിപ്പോൾ പാസ് ചെയ്യുന്നത്. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പ്ലേസാണ്. ഏകദേശം 1 വർഷം മുന്നേ ഞാനും ഹസ്ബൻഡും യാത്ര ചെയ്യുമ്പോൾ വഴി തെറ്റി നമ്മൾ ഈ വഴി വന്നിട്ടുണ്ട്. അന്ന് നമ്മൾ കുറച്ച് പേടിച്ചു. കാരണം വളരെ ആൾക്കാരൊന്നും ഇല്ലാത്ത ഒരു ലീസ്റ്റ് പോപ്പുലേറ്റഡ് ആയിട്ടുള്ളൊരു ഏരിയയാണ് ഇവിടെ. അങ്ങനെ ഞങ്ങൾ അന്നേ വിചാരിച്ചു ഒരു ദിവസം ഇതുവഴി നമുക്കൊന്നും കൂടി വരണം, കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കണമെന്ന്. അപ്പോൾ ഇവിടെയാണ് നമ്മുടെ പാം ഓയിൽ ഇന്ത്യ ലിമിറ്റഡിൻ്റെ ഫാക്ടറി ഉണ്ട് ഇവിടെ. ഇവിടെ തൊട്ടടുത്ത് 1969 നമ്മുടെ കേന്ദ്രവും സംസ്ഥാനവും സർക്കാരും കൂടെ ഒരുമിച്ച് ഇവിടെ സ്ഥാപിച്ചതാണ് ഇവിടെ ഒരു ഓയിൽ പാമിൻ്റെ ഒരു ഫാക്ടറി. നമ്മൾ പോകുന്ന വഴി കാണാം. ഇതൊക്കെ അതിൻ്റെ ഒരു ഭാഗമാണ്. ഇത് നമ്മൾ ലെഫ്റ്റ് സൈഡിലായിട്ടാണ് ഓയിൽ പാമിൻ്റെ ആ ഒരു ഫുൾ കൾട്ടിവേഷൻ അവിടെ നടക്കുന്നത്. എക്സാക്റ്റ് ലൊക്കേഷൻ എന്ന് പറയുന്നത് നമ്മുടെ കൊല്ലം ജില്ലയിൽ അഞ്ചലിനടുത്ത് ഇടമൺ. ഓക്കെ ഗായ്സ്, അങ്ങനെ നമ്മൾ കുറേ യാത്രകൾ
കഴിഞ്ഞ് നമ്മുടെ വീടിന് അടുത്ത് തന്നെ എത്തി. സമയം ഇപ്പോൾ ഏകദേശം 7:15 നമ്മുടെ വീടിലേക്ക് അടുത്തുകൊണ്ടിരിക്കുന്നു. 200 മീറ്ററും കൂടെ കാണും